നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. നേതൃത്വത്തിൽ 100ഓളം പാപ്പന്മാർ അണിനിരന്ന ഘോഷയാത്ര തിരൂർ നഗരം ചുറ്റിയതോടെ ക്രിസ്മസ് സന്തോഷം നാട്ടിലെങ്ങും പരന്നു. YMCA ക്രിസ്മസ് പുതുവത്സരാഘോഷം വാഗൺ രാജ സ്മാരക ടൗൺ ഹാളിൽ കായികവകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ഡോക്ടർ ലിബി മനോജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ജിതേഷ് ജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ വിശിഷ്ടാതിഥിയായി. തിരു സെന്റ് മേരീസ് ചർച്ച് വികാരി റവറന്റ് ഫാദർ ജോസഫ് മണ്ണഞ്ചേരി ക്രിസ്മസ് സന്ദേശവും തിരു ഓർത്തഡോക്സ് ചർച്ച് വികാരിയും റവറന്റ് ഫാദർ ഈശോ ഫിലിപ്പ് പുതുവത്സര സന്ദേശവും നൽകി. തുടർന്ന് തിരു സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര IAS ക്രിസ്മസ് കേക്ക് മുറിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി, അഡ്വക്കേറ്റ് S ഗിരീഷ്, PA ഭാവ, S ദാനം, മനോജ് ജോസ്, MA ജേക്കബ്, ജോളി കാക്കശ്ശേരി, JV റിജിൻ, ഷാജി ജോർജ് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന YMCA പ്രവർത്തകരായ ഷാജി ജോർജ്, ജോർജ് കെ സാമുൽ, ജോസ് മാത്യു, സജി എബ്രഹാം എന്നിവരെ ആദരിച്ചു. ഈ പ്രചരണ വാഹനത്തെ തൊട്ടുപുറകെ കടന്നുകൊണ്ടിരിക്കുന്നു YMCA. ജില്ലയിലെ വിവിധ സ്കൂളുകൾ മത്സരിക്കുന്ന കരോൾ ഗാനാലാപനവും ക്രിസ്മസ് ഡാൻസ് സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യമായ തിരൂർ YMCA ക്രിസ്മസ് പുതുവത്സരാഘോഷം ഇന്ന് വൈകുന്നേരം തിരൂർ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ടൗൺ ഹാളിൽ വെച്ച് അരങ്ങേറുന്നു. ഏവർക്കും സ്വാഗതം. ലോക പ്രശസ്തനായ അധ്യക്ഷതയിൽ ചേരുന്ന മുഖ്യ അതിഥി ആകുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട തിരൂർ സബ് കളക്ടർ ശ്രീ ക്രിസ്മസ് ഡാൻസ് മത്സരവും നടക്കുന്നു. ഏവർക്കും തിരൂർ ടൗൺ ഹാളിലേക്ക് സുസ്വാഗതം. വളരെ ചെറിയ തോതിൽ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഒരു പുതിയ വർഷം കടന്നു വരുന്നു. അതിനെ വരവേൽക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്താണ് തിരൂർ YMCA പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം നൽകിക്കൊണ്ട് ക്രിസ്മസിൻ്റെ വരവാണ്. ലോകത്തെല്ലായിടത്തും ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറെടുപ്പുകൾ നടക്കുക. പല യൂറോപ്യൻ രാജ്യങ്ങളിലും സന്ദർശിക്കുന്ന വേളയിൽ നവംബർ ആവുമ്പോഴേക്കും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ അവിടങ്ങളിലെല്ലാം നടക്കാറുണ്ട്. ലോകത്ത് സ്വർഗത്തിന് നൽകുന്ന സന്ദേശം ഈ ക്രിസ്മസിലൂടെ സമാധാനത്തിൻ്റെതാണ്.
അത് നമ്മുടെ ഇന്ത്യയിലും എല്ലാ സമയങ്ങളിലും സന്ദേശത്തിൻ്റെ പ്രസക്തി എന്നുള്ളത് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. വർത്തമാനകാല ഇന്ത്യയുടെ ചില ചെയ്തികൾ നമ്മൾ കാണുമ്പോൾ വലിയ ദുഃഖമുണ്ട് നമുക്ക്. ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന നമുക്ക് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന സുഖകരമല്ലാത്ത പല വാർത്തകൾ നമ്മുടെ മനസ്സിന് ദുഃഖം നൽകുന്നതാണ്. 365 ദിവസങ്ങളുടെയും പ്രത്യേകത പറയുവാൻ കഴിവുള്ള ഒരു അപൂർവ വ്യക്തിത്വം. അതുപോലെ തന്നെ 1,00,000-ൽ അധികം ജനറൽ നോളജ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിവുള്ള വ്യക്തിത്വം. ലോകത്തെ എല്ലാ പ്രഗത്ഭരെയും നിമിഷങ്ങൾ കൊണ്ട് വരയ്ക്കുവാൻ കഴിവുള്ള വ്യക്തിത്വം. കെ കരുണാകരൻ ഡിസംബർ 23 2010 ഡിസംബർ 23-നാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവും ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഡിസംബർ 23-ന് അന്തരിച്ച വ്യക്തിയാണ്. അദ്ദേഹം 2004-ലാണ് അന്തരിക്കുന്നത്. ക്രിസ്മസ് ദിനത്തിൽ റെഡി ശ്രീ കെ കരുണാകരൻ 4 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ചോദിച്ചാൽ അത് പക്ഷേ ശ്രീ കെ കരുണാകരനല്ല. 4 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നേ ഉള്ളൂ. 1977-ലാണ് കെ കരുണാകരൻ മാർച്ച് 25-നാണ് ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത്. അദ്ദേഹം ആദ്യത്തെ മന്ത്രിസഭ 1 മാസം മാത്രമേ ദൈർഘ്യമുണ്ടായിരുന്നുള്ളൂ. 1919 ഡിസംബർ മാസം 9-ാം തീയതി ജനിച്ച ഏറമ്പാല കൃഷ്ണൻ നായനാർ 11 വർഷക്കാലം 3 തവണ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അദ്ദേഹത്തെ വളരെ അടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചിത്രം വരയ്ക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ 1980-ലാണ് ജനുവരി മാസം 25-ാം തീയതി ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നത്. റെഡി ഓക്കെ എണ്ണിക്കോ. കേരളം പ്രാന്താലയമാണെന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളെല്ലാം കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നു. ബഹുമാനായ മിനിസ്റ്റർ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. തീയതിയാണോ ഏതെങ്കിലും 5-ആണോ? മന്ത്രിമാര് മാത്രമല്ല കേന്ദ്രമന്ത്രി നേതാക്കളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചിത്രം പഠിച്ചിട്ടുണ്ട്. Subjin Minyungi Jang Hosok ini Kintayo. ഓക്കെ നല്ല കൈ കൊടുത്തേ.
ഇത് പറഞ്ഞതിന് ശേഷം മുള്ളായിയുടെ ഭാര്യ തിരിച്ചുപോയി മുള്ളായിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഇനി നിങ്ങൾ ഉറങ്ങിക്കോ, അബ്ദുള്ള ഉറങ്ങുകയില്ല. എന്താ കാര്യം? അബ്ദുള്ളക്ക് കാശ് കിട്ടുകയില്ല, അതുകൊണ്ട് അബ്ദുള്ള ഉറങ്ങാതിരിക്കും, അതുകൊണ്ട് മുള്ളായിക്ക് ഉറങ്ങാം എന്നുള്ളതാണ്. ക്രിസ്മസിന് ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലുമൊക്കെ ഉറങ്ങണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണർന്നിരിക്കണം. മുറ്റത്തുള്ള ഒരു വാഴയിൽ ഒരു കഴുകൻ വന്നിരിക്കുകയാണ്. അധികം താമസിക്കാതെ ആ കഴുകന്റെ അടുക്കലേക്ക് ഒരു കാക്ക വന്നിരിക്കുകയാണ്. കഴുകനെ കാക്ക വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിനെ ആക്രമിക്കുകയും അതിനെ ഏറെ അലോസരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏറെ നേരം വീക്ഷിച്ച ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, ഇത്ര ശക്തനായ കഴുകനെ ഇത്ര അധിക സമയവുമായി അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാക്കയെ എന്തുകൊണ്ടാണ് കഴുകൻ ആക്രമിക്കാതെ പോകുന്നത്? ഗുരു നൽകുന്ന മറുപടി ഇങ്ങനെയാണ്, ശിഷ്യ, കഴുകൻ ഈ വാഴയിൽ വന്നിരിക്കേണ്ട വ്യക്തിയല്ല, മറിച്ച് കഴുകൻ ആകാശത്തിന്റെ അനന്തതയെ കീഴടക്കേണ്ട അത്ര കരുത്തനായ ഒരു പക്ഷിയാണ്. നമ്മൾ ക്രിസ്മസ് എന്ന് പറയുന്നത് മലയാളികൾ ഒത്തുകൂടുകയും ഈ പറയുന്ന രീതിയിൽ ഇന്ന് നമ്മളിവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ അവിടെയും ചെയ്യുന്ന രീതിയിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് കൂടി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കെല്ലാം സമാധാനമെന്നുള്ള ആ ഒരാശയം അതിന്റെ പൂർണ്ണമായ തത്വത്തിൽ ഉൾക്കൊണ്ട് ആഘോഷിക്കുന്ന, ഒരുമിക്കുന്ന മനുഷ്യർ സമാധാനത്തിനായി ഐക്യത്തോടു കൂടി ഒത്തുകൂടുന്നൊരു വേളയാണ്. ആ ഒരു ക്രിസ്മസിന്റെ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് പുതുവത്സരവും ഒരുമിച്ച് കടന്നു വരികയാണ്. തീർച്ചയായും ഈ സായാഹ്നത്തിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി അറിയിക്കണം. നിങ്ങളെയാണ് ആദ്യം എനിക്ക് പറയേണ്ടത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വേദി ഇത്രയും നേരം പ്രോഗ്രാം നടന്ന് ഇത്രയും നേരം വളരെ സർഗശക്തിയോടും സ്നേഹത്തോടും പരിഭവമില്ലാതെ നിങ്ങളിരുന്ന് ശ്രദ്ധിച്ച നിങ്ങൾക്കാണ് എൻ്റെ അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് YMCയുടെ നാമത്തിൽ. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.